വിതച്ചത് കൊയ്യും, വാളെടുത്തവൻ വാളാൽ. ഈ വാക്കുകൾ എത്ര മനോഹരമായിട്ടാണ് അനുവൃതമാകുന്നത്. ഒന്ന് ചിന്തിച്ചു വയ്ക്കാൻ. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കിട്ടിയ കാശ് മുഴുവൻ എടുത്തിട്ട് പ്രോക്സികളെ ഉണ്ടാക്കി, അവരായുധം അണിയിച്ച് അവരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി മാറ്റി നിർത്തി ഇസ്രായേലിന് മരണം, അമേരിക്കയ്ക്ക് മരണം എന്ന് ആഹ്വാനം ചെയ്ത ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനി ഇപ്പം എന്ത് സംഭവിച്ചു? ഇപ്പോൾ പ്രോക്സിയും ഇല്ല, ഇപ്പോൾ ആയത്തുള്ള ഖൊമേനിയും ഭൂമിയിലില്ല. അപ്പോൾ വിതച്ചത് അതാണ്, അത് കൊയ്യണം. പിന്നെ ഇവർക്കൊക്കെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്നുള്ള ആ ഒരു പ്രത്യാശ വെച്ചിട്ടാണല്ലോ ഇവർ ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്യുന്നത്. ഒരു കാര്യം സത്യമാണ്, എന്താണോ നമ്മൾ വിതച്ചത് അത് തന്നെ നമ്മൾ കൊയ്തെടുക്കും. ആ കൊയ്യുന്നതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ആ രാജ്യം ഒരു വെളിയോട് കൂടിയിട്ടല്ല മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സകല GCC രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഇനി ആ രാജ്യത്തിൻ്റെ ഒരവസ്ഥ ഏതവസ്ഥയിലാണ് അവസാനിക്കുക എന്നുള്ളത് ആലോചിച്ച് വയ്ക്കാൻ. മരണം ആഘോഷിക്കപ്പെടാനുള്ളതല്ല, ദുഃഖിക്കാനുള്ളതാണ്. പക്ഷേ ഇറാനിലത്തെ ജനങ്ങൾ, പകുതിക്ക് മേലെ ജനങ്ങൾ സന്തോഷത്താൽ തുള്ളിച്ചാടുന്ന വീഡിയോകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതായത് ലോകം വെറുക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ആയത്തുള്ള ഖൊമേനി. ഈ ഇത്രയും നല്ലൊരു രാജ്യത്തിനെ, ഇത്രയും പാരമ്പര്യമുള്ള ഒരു രാജ്യത്തിനെ ഈ പരുവത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് എന്ത് കിട്ടിയെന്നുള്ളത് മാത്രം ചിന്തിക്കാൻ വിവേകം അവർക്ക് ഇല്ലാണ്ട് പോയി. അതിൻ്റെ ഗുണം ഇപ്പോൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.